എന്തുകൊണ്ടാണ് മുസ്ലിംസ് വളരെ ഡിമോണിക് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുന്നത്? ഇസ്ലാം സെൻട്രൽ ബാങ്കിങ്ങിനും ഇൻട്രസ്റ്റിനും എതിരാണ്. ഗവൺമെൻറ് എങ്ങനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? സെൻട്രൽ ബാങ്കിലൂടെ, ഇൻട്രസ്റ്റിലൂടെ. ആളുകളെ ദരിദ്രരാക്കുന്നതും ഇൻട്രസ്റ്റിലൂടെയാണ്. സെൻട്രൽ ബാങ്കിലൂടെ നമ്മുടെ പൈസയെ, നമ്മുടെ കയ്യിരിക്കുന്ന ഓരോ രൂപയെയും അവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. ഇത് ഇസ്ലാമിനെതിരാണ്. അടുത്തത് അഡൾട്ടറി. ഇസ്ലാം അഡൾട്ടറിക്കെതിരാണ്, പോണോഗ്രഫിക്കെതിരാണ്, നഗ്നത പ്രദർശനത്തിനെതിരാണ്. അറിയാമല്ലോ, എത്ര കോടി ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റാണ് സ്ത്രീകളെ വിറ്റ് സമ്പാദിക്കുന്നതെന്ന്. ഫ്രീഡം എന്ന പദത്തിൽ സ്ത്രീകളെ വിറ്റ് കാശുണ്ടാക്കിയാണ് കോർപ്പറേറ്റ്സ്. ഇസ്ലാം അതിനെതിരാണ്. സോ ഇസ്ലാം ഡിമോണിക്കാണ്. ഇതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം സാത്തനിക്കായതിൻ്റെ കാരണം മനസ്സിലാവുന്നില്ലേ? ഇസ്ലാം പിന്നെ ഡ്രഗ് ആൻഡ് ആൽക്കഹോളിനെതിരാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇസ്ലാം ഡിമോണിക്കാണ്. കാരണം ഇസ്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലൂടെയുള്ള വരുമാനം പ്രശ്നമാണ്. ഇതിലൂടെ വരുമാനമുള്ള ഗവൺമെൻറ്റ്സാണ് ഇതിലൂടെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. അപ്പം ഇസ്ലാമിക് ഗവൺമെൻറ് ഇസ്ലാമിനെതിരാവും. കാരണം ഇസ്ലാമിക് ഡിമോണിക്കാണല്ലോ. പിന്നെ LGBT പ്രൊപ്പഗൻഡ ഉണ്ടല്ലോ, LGBT. ഇതെന്തിനാണെന്ന് അറിയാമോ? രാജ്യത്തിലെ ജനങ്ങളെ ഐഡൻറ്റിറ്റി കൺഫ്യൂസ് ചെയ്യണം. ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ ആണുങ്ങളെ എല്ലാവരും പെണ്ണുങ്ങളിലോട്ട് മാറ്റുക, സ്ത്രൈണ്യത സ്വഭാവം കൊണ്ടുവരിക, ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക ജനങ്ങളിൽ. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായി കിട്ടിയാൽ ഈ പുരുഷത്വം നശിക്കുന്നതിലൂടെ ഈ നീതി, ന്യായം ഇതിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാളുണ്ടാവില്ല. ഇസ്ലാം പറഞ്ഞത് ഒള്ളി 2 ജെൻഡേഴ്സേ ഉള്ളതാണ്, ഒരാണും ഒന്ന് പെണ്ണും. അപ്പം ഇതിനെതിരെ ഒള്ളി 2 ജെൻഡേഴ്സ് മാത്രമേ ഇസ്ലാമിലുള്ളൂ, ഒന്ന് ആണും പെണ്ണും. അല്ലാതെ വേറൊരു ജെൻഡേഴ്സ് ഇസ്ലാമിലില്ല. അപ്പം ഇതിനെതിരെ സംസാരിക്കുന്ന ഗവൺമെൻറ്റ്സ് ഉണ്ടല്ലോ, 100-120 ജെൻഡേഴ്സ് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഗവൺമെൻറ്റിന് ഇസ്ലാമിക് ഡിമോണിക്കാണ്. ഓക്കെ. പിന്നെ വേറൊരു ഓരോരോ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നതിനും മറ്റുമായിട്ട് സെലിബ്രിറ്റീസ് മറ്റുള്ള കാണുന്ന ആൾക്കാരെയൊക്കെ വർഷിപ്പ് ചെയ്യുക, ജനങ്ങളെ കൊണ്ട് വർഷിപ്പ് ചെയ്യിക്കുക എന്നുള്ളത് ചില കോർപ്പറേറ്റ്സിൻ്റെ അടിസ്ഥാന തത്വമാണ്. ജനങ്ങളെ കൊണ്ട് താരങ്ങളെ വർഷിപ്പ് ചെയ്യിക്കുക, സാധനങ്ങൾ വർഷിപ്പ് ചെയ്യിക്കുക, പല പല സാധനങ്ങളെ ആരാധിപ്പിക്കുക എന്നുള്ളത് ഓരോ കോർപ്പറേറ്റ്സിൻ്റെയും കടമയാണ്. കാരണം അവരുടെ സാധനങ്ങൾ വിറ്റ് പോവേണ്ട അത്യാവശ്യമാണ്. ഇസ്ലാം ഈ ഐഡിയോളജിക്കൽ വർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇസ്ലാം ഒരാളെ മാത്രമേ വർഷിപ്പ് ചെയ്യാൻ പറയുന്നുള്ളൂ, ദ ഗോഡ് അള്ളാഹുവിന്. അപ്പം ഇസ്ലാമിക് ഡിമോണിക്കാണ്. കാരണം ഇസ്ലാം ഒന്നിനെ ആരാധിക്കാൻ പറയുന്നുള്ളൂ. അപ്പം മറ്റുള്ളതിനെ ആരാധിക്കുന്നവർ ഏതായാലും എതിരാവൂലേ? അപ്പോൾ ഇസ്ലാമിക്